ശ്രീ വി ജോയ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഫിനാൻസ് മിനിസ്റ്റർ. സർ, ഈ കിളിമാനൂരിൽ നഗരൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയാണെന്ന് പറയപ്പെടുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന സംഘം അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ ആക്രമിച്ച് ഇപ്പോൾ അതിൽ മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്ന ആളാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 307 കേസുകളിലെ പ്രതിയാണ്. 10ഓളം കേസുകളിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലെ കേസിലെ പ്രതിയായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ആക്രമണത്തിന്റെ ഭാഗമായി അഫ്സൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. 2 ആളുകൾ മുഖത്തിന്റെ വിവിധ ഭാഗങ്ങൾ എറിയുടെ ഭാഗമായിട്ട് ഇളകിപ്പോയി. അനന്തപുരി ആശുപത്രിയിൽ മുഹമ്മദും അൽത്താഫും ചികിത്സയിലാണ്. സർ, ഇത് വ്യാപകമായി ഈ ജില്ലയിലെ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഈ ഭാരവാഹിയെ നിലയ്ക്ക് നിർത്താൻ കഴിയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയാണ്. നാട്ടിൽ മുഴുവൻ അക്രമം നടത്തുകയും ആ അക്രമം എല്ലാം SFIയുടെയും DYFIയുടെയും മുകളിൽ വെച്ച് ചാരുകയും ചെയ്യുന്ന ആളുകൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അക്രമ പരമ്പര അടിയന്തരമായി ഇത് ശ്രദ്ധിക്കണമെന്നും അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് ഈ സബ്മിഷൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ധനകാര്യമന്ത്രി. സർ, ഇക്കഴിഞ്ഞ 8/7/2024 വൈകിട്ട് 7:30 തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിനടുത്ത് നഗരൂരിൽ സുഹൈൽ, നസീഫ് ഷാ, സുലൈം, ഷഹീൽ എന്നിവരുടെ നേതൃത്വത്തിൽ കണ്ടാലറിയാവുന്ന 20ഓളം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് മുഹമ്മദ് ആഷിഖ്, തേജസ്, മുഹമ്മദ് അഫ്സൽ, അമീൻ, അൽത്താഫ്, മുഹമ്മദ് അഫ്സൽ എന്നീ DYFI പ്രവർത്തകരെ കല്ലുവെച്ചിടിച്ചും കമ്പിയും ഉപയോഗിച്ച് മർദ്ദിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവമുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ഇവരിൽ 2 പേരെ അടിയന്തര ചികിത്സയ്ക്കായി ICUയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലുള്ള 2 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. സർ, ഇത് എല്ലാം വായിക്കുന്നില്ല. കേസിലെ പ്രധാന പ്രതികളായ മുഹമ്മദ് സുഹൈൽ 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ക്രിമിനലാണ്. കേസിൽ ഉൾപ്പെട്ട 9 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 2 പേരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. പ്രതികളുടെ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ അനുസരിച്ച് ക്രൈം 444/2024 മറ്റൊരു കേസിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നു. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തുകയും പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു.